Hi friends, എല്ലാവർക്കും Techbit projectsന്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു റാസ്ബെറി പൈ പീക്കോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ റാസ്ബെറി പൈ പീക്കോ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ആ ബ്ലിങ്ക് പ്രോഗ്രാമിനെ നമുക്ക് ടൈമേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ നമ്മൾ നോക്കിയിരുന്നു. അതുപോലെ തന്നെ ഹെൽപ്പ് ഫംഗ്ഷൻ എന്താണെന്നും ഹെൽപ്പ് മോഡ്യൂൾ ഫംഗ്ഷൻ എന്താണെന്നും നമ്മൾ കണ്ടു. ഈ ഒരു വീഡിയോ തൊട്ട് നമ്മൾ ഇനി അങ്ങോട്ട് പീക്കോയുടെ പ്രോജക്റ്റുകൾ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരിക്കും. അതായത് കോഡിംഗ് ഉപയോഗിച്ച് മാത്രം നമുക്ക് വേണ്ട ഒരു ഔട്ട്പുട്ട് ലഭിക്കാനുള്ള പ്രോഗ്രാമുകളായിരിക്കും ആദ്യം നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ ഹാർഡ്വെയർ കൂടുതലായിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്നതായിരിക്കും, സെൻസറുകളൊക്കെ വെച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് HID അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്റർഫേസ് ഡിവൈസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. HID അഥവാ ഹ്യൂമൻ ഇന്റർഫേസ് ഡിവൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു മെഷീൻ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയം എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൂടുതൽ ഇൻപുട്ട് ഡിവൈസുകളാണ് വരുന്നത്. ഇപ്പോൾ കീബോർഡ്സ്, മൗസ് അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിക്കേഷൻസ്, നോബ്സോ, ഇതെല്ലാം തന്നെ ഹ്യൂമൻ ഇന്റർഫേസ് ഡിവൈസ് എന്നുള്ള കാറ്റഗറി വരുന്നതാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യർക്ക് ഈ ഒരു മെഷീനെ കൺട്രോൾ ചെയ്യാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മൗസ് എങ്ങനെ നമുക്ക് റാസ്ബെറി പൈ പീക്കോ വെച്ച് സിമുലേറ്റ് ചെയ്യാം. മൗസിന്റെ ഒരു ഫംഗ്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ക്ലിക്കിംഗ് ഫംഗ്ഷനാലിറ്റി നമുക്ക് എങ്ങനെ റാസ്ബെറി പൈ പീക്കോ വെച്ചിട്ട് സിമുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ക്ലിക്കർ ഗെയിംസിൽ എങ്ങനെ ചീറ്റ് ചെയ്യാം എന്നുള്ളതും കൂടെ നമ്മൾ നോക്കും. ക്ലിക്കർ ഗെയിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ എത്ര ഫാസ്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര നേരം ക്ലിക്ക് ചെയ്യുന്നു എന്നതിനെ വെച്ചിട്ട് നമുക്ക് പോയിന്റുകൾ നേടാനും കളി ജയിക്കാനും ഒക്കെ സാധിക്കുന്ന ഗെയിംസിനെയാണ് ക്ലിക്കർ ഗെയിംസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പ്ലേ സ്റ്റോറിൽ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് 2 ഗെയിംസ് കിട്ടി. എഗ് ഇൻകോർപ്പറേറ്റഡ് എന്നും അതുപോലെ തന്നെ കുക്കി റഷ് എന്ന് പറയുന്ന 2 ഗെയിംസ് കിട്ടി. ഇതിൽ നമ്മൾ ഒരു ഇത്ര സെക്കൻഡിനുള്ളിൽ ഏറ്റവും കൂടുതൽ തവണ ക്ലിക്ക് ചെയ്ത് പോയിന്റ്സ് ലഭിക്കുന്ന 2 ഗെയിംസുകളാണ്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് ചെറിയ രീതിയിൽ ചീറ്റ് ചെയ്യാം, റാസ്ബെറി പൈ പീക്കോ വെച്ച് എങ്ങനെ നമുക്ക് ഈ ക്ലിക്ക് സിമുലേറ്റ് ചെയ്ത് ഹൈ സ്കോർ എത്തിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കും. HID എന്നൊരു കൺസെപ്റ്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് മാറി സഞ്ചരിക്കുകയാണ്. അതായത് ഇത്രയും ദിവസം നമ്മൾ പീക്കോ വീഡിയോസ് ചെയ്ത മൈക്രോ പൈത്തൺ യൂസ് ചെയ്തിട്ടാണ്. ഇന്ന് നമ്മൾ HID എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സർക്യൂട്ട് പൈത്തൺ ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ മൈക്രോ പൈത്തണിൽ നിന്നാണ് സർക്യൂട്ട് പൈത്തൺ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അത് എഡാഫ്രൂട്ട് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ ബോർഡ് സ്പെസിഫിക് ആയിട്ട് ഉള്ള രീതിയിൽ ഈ കോഡിനെ മാറ്റിയിട്ടുണ്ട് എന്ന് ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ള ലൈബ്രറീസ് എഡാഫ്രൂട്ട് ഈ സർക്യൂട്ട് പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ആ ഒരു ലൈബ്രറീസ് നമുക്ക് കിട്ടും. അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ഇൻവെന്റ് ചെയ്ത് വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. മൈക്രോ പൈത്തൺ ചെയ്ത പോലെ തന്നെ സർക്യൂട്ട് പൈത്തണിന്റെ UF2 ഫയല് റാസ്ബെറി പൈ പീക്കോയിൽ ലോഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഹെൽപ്പ് ഫംഗ്ഷൻ ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അതിൻ്റെ അകത്ത് എന്തൊക്കെ മോഡ്യൂൾസ് ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ബിൽറ്റ് ഇൻ ആയിട്ട് HID ലൈബ്രറി വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഗിറ്റ് ഹബിൽ നിന്ന് ഇതിന്റെ ഒരു ലൈബ്രറി ഫോൾഡർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്ത് മൈക്രോ പൈത്തൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോൾ തന്നെ നമുക്ക് റാസ്ബെറി പൈ പീക്കോയുടെ ആ പേജും അതുപോലെ തന്നെ മൈക്രോ പൈത്തൻ്റെ UF2 ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള പേജും നമുക്ക് കിട്ടിയിരുന്നു. ഇത് ആ ഒരു പേജാണ്. അപ്പോൾ ഇങ്ങനെ ഈ UF2 ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ ബൂട്ട് സെലക്ടർ പിൻ ഞെക്കി പിടിച്ചുകൊണ്ട് റാസ്ബെറി പൈ പീക്കോ കണക്ട് ചെയ്തു. അതൊരു സ്റ്റോറേജ് ഡിവൈസായിട്ട് നമ്മളെ കാണിച്ചു വിൻഡോസ് എക്സ്പ്ലോററിൽ. അതിൻ്റെ അകത്തോട്ട് നമ്മൾ നമ്മുടെ ഈ UF2 ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടു. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മൈക്രോ പൈത്തണിൽ ചെയ്ത സ്റ്റെപ്സ്. ഇനി നമുക്ക് സർക്യൂട്ട് പൈത്തൺ ചെയ്യണമെങ്കിലും സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ പോയിട്ട് സർക്യൂട്ട് പൈത്തൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. സർക്യൂട്ട് പൈത്തൺ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പേജ് കാണാം. സർക്യൂട്ട് പൈത്തൺ എടുത്തു. അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു വെബ് പേജാണ് സർക്യൂട്ട് പൈത്തൻ്റെ. അപ്പോൾ ഇതിൽ ഡൗൺലോഡ്സിൽ പോവുക. ഡൗൺലോഡ്സിൽ പോയിട്ട് ഇവിടെ കുറേയധികം RP2040 ഒക്കെ വെച്ചിട്ടുള്ളതും അല്ലെങ്കിൽ സർക്യൂട്ട് പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള കുറേ ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണ്ട റാസ്ബെറി പൈ പീക്കോ ആണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പീക്കോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു, എൻ്റർ അടിച്ചു. അതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് ഇവിടെ പീക്കോ എന്ന് പറഞ്ഞ പേര് വെച്ചിട്ടുള്ള എല്ലാ ബോർഡുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് വേണ്ട റാസ്ബെറി പൈ പീക്കോ ബൈ റാസ്ബെറി എന്ന് പറയുന്ന ഈ ഒരു ബോർഡാണ് നമുക്ക് വേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് സർക്യൂട്ട് പൈത്തണിൻ്റെ പല വെർഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഈ ആൽഫ എന്ന് പറഞ്ഞ വെർഷനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള. പക്ഷേ അത്
അൺസ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ അത് ആൾക്കാരിപ്പോഴും ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്തെ ബഗ്സ് എല്ലാം ഫിക്സ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് സ്റ്റേബിൾ ആയിട്ടില്ല. നമുക്കത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എന്തെങ്കിലും ബഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ CircuitPythonൻ്റെ ഈ ഒരു പേജിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ GitHub പേജിലാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള വെർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ അതിൻ്റെ UF2 ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് സേവ് ചെയ്തിടുക. അപ്പം ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന UF2 CircuitPythonൻ്റെ UF2 ഫയലാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത RP2 Pico എന്ന് പറയുന്ന UF2 ഫയലുണ്ട്. പിന്നെ ഈ ഫ്ലാഷ് ന്യൂക്ക് എന്ന് പറയുന്ന ഒരു UF2 ഫയലുണ്ട്. ഫ്ലാഷ് ന്യൂക്ക് എന്ന് പറഞ്ഞ UF2 ഫയൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ എന്നാലും ഇൻ കേസ് നമ്മൾ ഇതേപോലെ CircuitPython ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബൂട്ട് സെലക്ടർ പിന്നെ ഞെക്കി പിടിച്ചുകൊണ്ട് ഈ USB കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഇൻ കേസ് ഒരു സ്റ്റോറേജ് ഡിവൈസായിട്ട് കാണിച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതിൻ്റെ നോർമൽ ബിഹേവിയറിൽ നിന്നും മാറിയുള്ളൊരു ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്ലാഷ് മെമ്മറി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു UF2 ഫയൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഫയൽ ഞാനിപ്പോൾ നേരത്തെ MicroPython ലോഡ് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ മെമ്മറി ഒന്ന് കറക്റ്റായിട്ടൊന്ന് ക്ലീൻ കറക്റ്റായിട്ട് ക്ലിയറായി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ന്യൂക്ക് ഫ്ലാഷ് എന്ന് പറയുന്ന ആ ഒരു UF2 ഫയൽ ഫസ്റ്റ് ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ റാസ്ബെറി പൈ പീക്കോയുടെ ബൂട്ട് സെലക്ടർ പിൻ ഞെക്കി പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മൈക്രോ USBൻ്റെ അതോട് കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാം ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. RP2 എന്ന് പറഞ്ഞ പേരിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അത് ഒരു ന്യൂ വിൻഡോ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഡ്രാഗ് ചെയ്തിട്ട് അതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് ഈ ഫ്ലാഷ് ന്യൂക്ക് എന്ന് പറയുന്ന ഈ UF2 ഫയൽ ഞാൻ കോപ്പി ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടാലും മതി. ഡ്രാഗ് ചെയ്തിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇത് ഈ UF2 ഫയൽ ആക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് അത് പോകും, അത് ക്ലോസ് ആയിപ്പോവും. ഞാൻ ഇവിടെ കൊണ്ട് ഇട്ടു, അത് ക്ലോസ് ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആകുന്ന പോലെ ഇത് സിഗ്നൽ എനിക്ക് കാണിച്ചു ഇതിൻ്റെ അകത്ത്. എന്നിട്ട് വീണ്ടും നമുക്കിവിടെ RP2 എന്ന് പറയുന്ന ഒരു ഡിസ്ക് സ്പേസ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് മെമ്മറി ക്ലിയർ ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് രണ്ടാമത് റീസ്റ്റാർട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാനിതിന് ഒന്നും കൂടെ നമ്മുടെ CircuitPython ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതൊന്നും കൂടെ ഓപ്പൺ ചെയ്ത് വെച്ചു. സെയിം പ്രോസസ്സ് തന്നെയാണ്. ഓൾറെഡി ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമ്മൾ ബൂട്ട് സെലക്ടർ പിന്നെ ഞെക്കി പിടിച്ചുകൊണ്ട് ഓണാക്കി, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലാഷ് ന്യൂക്ക് എന്ന് പറയുന്ന ആ UF2 ഫയൽ ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലാഷ് മെമ്മറി എല്ലാം ക്ലിയറായി. നേരത്തെ ഉണ്ടായിരുന്ന MicroPythonൻ്റെ ഫയൽസ് എല്ലാം ക്ലിയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് CircuitPython ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ബാക്കിയുള്ള UF2 ഫയൽ ഇതുപോലെ തന്നെ ഇത് CircuitPythonൻ്റെ UF2 ഫയൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് ഞാൻ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടുമ്പോഴും നേരത്തെ സംഭവിച്ച പോലെ തന്നെ ഇത് ഈ ഒരു ഡ്രൈവ് ക്ലോസ് ആയി പോയിട്ട് രണ്ടാമത് റീസ്റ്റാർട്ടായിട്ട് വരും. റീസ്റ്റാർട്ടായിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഡ്രൈവിൻ്റെ പേര് RP2 എന്നുള്ള മാറിയിട്ട് CircuitPy എന്ന് പറഞ്ഞ് വരും. ആ ഒരു പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാക്കാം ഈ ഒരു CircuitPython നമ്മുടെ ബോർഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടെ നോക്കിയാൽ കാണാം CircuitPy എന്ന് പറഞ്ഞ പേരിൽ ഇവിടെ ഒരു ഡ്രൈവ് കാണാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും CircuitPythonൻ്റെ ഫയൽസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഈ code.pyയിലായിരിക്കും നമ്മൾ പ്രോഗ്രാംസ് എല്ലാം ചെയ്യുന്നത്. ആ code.py ഓപ്പൺ ചെയ്തിട്ട് നമുക്കതിൽ കോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ Thonny Python ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുക്കുവാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്താനുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഓപ്ഷൻസിൽ പോയിട്ട് ഇൻ്റർപ്രെറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ കിടന്നിരുന്നത് റാസ്ബെറി പൈ പീക്കോ MicroPython റാസ്ബെറി പൈ പീക്കോ എന്ന് പറയുന്ന ആ ഒരു ഇതായിരുന്നു ഇൻ്റർപ്രെറ്ററായിട്ട് കിടന്നിരുന്നത്. അത് മാറ്റിയിട്ട് CircuitPython ജെനറിക് എന്നുള്ള ഒരു ഓപ്ഷനിലോട്ട് മാറ്റണം. അതുപോലെ നമുക്കിവിടെ താഴത്ത് നമ്മുടെ കോമ്പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി ഒരു ഓർഡിനോ കൂടെ ഇതിൻ്റെ ഒപ്പം കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഓർഡിനോടെ പേര് കാണിച്ചിട്ടുള്ള COM ഫയൽ. COM3 ആണ് നമുക്ക് വേണ്ടത്, USB സീരിയൽ ഡിവൈസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ആണെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി COM3 കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇത് കണക്റ്റായി. ഇതായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കണക്റ്റ് ആയെങ്കിൽ നമുക്കിവിടെ Adafruit CircuitPython പിന്നെ അതിൻ്റെ വെർഷൻ അതുപോലെ തന്നെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ പറഞ്ഞു കാണാം. ഇനി നമുക്കൊരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഹെൽപ്പ് മൊഡ്യൂൾ ഒന്ന്
വിളിച്ചു നോക്കാം. ഫസ്റ്റ് ഞാൻ ഹെൽപ്പ് ഫംഗ്ഷൻ എന്ന് വിളിച്ചു. അപ്പം ജസ്റ്റ് അതിൻ്റെ അകത്ത് ഇന്ന മോഡ്യൂൾസ് കാണണമെങ്കിൽ ഹെൽപ്പ് മോഡ്യൂൾസ് എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഹെൽപ്പ് മോഡ്യൂൾസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഹെൽപ്പ് മോഡ്യൂൾസ് എന്ന് പറഞ്ഞ് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ലൈബ്രറീസും മോഡ്യൂൾസും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതുപോലെ അല്ല, അതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടിയ ലൈബ്രറീസാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് USB HID എന്ന് പറയുന്ന ലൈബ്രറിയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു മൗസിനെയാണ് നമുക്ക് ഇന്ന് സിമുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇത് കീബോർഡിനെ സിമുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ലൈബ്രറി വെച്ച് തന്നെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് വേണ്ട മറ്റൊരു ലൈബ്രറിയാണ് ബസ് IO എന്ന് പറയുന്നതും ബോർഡ് എന്ന് പറയുന്നതും. ഇത് ലാസ്റ്റ് ടൈം നമ്മൾ പ്രോഗ്രാം ചെയ്തപ്പോഴത്തേക്കും മെഷീൻ എന്ന് പറഞ്ഞ ലൈബ്രറി യൂസ് ചെയ്ത് അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ബോർഡ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ബിൽറ്റിൻ ആയിട്ടുള്ള നമുക്ക് പിൻസിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ പിന്നുകളെ എങ്ങനെ വിളിക്കാം, അല്ലെങ്കിൽ ആ ബിൽറ്റിൻ ആയിട്ടുള്ള LED എങ്ങനെ വിളിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ ചെയ്യാം. അതുപോലെ തന്നെ JSON കീപാഡ്, അങ്ങനെ കുറേയധികം ലൈബ്രറീസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളത് പോരാ, വേറെ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിറ്റ്ഹബിലാണെങ്കിലും ഇഷ്ടംപോലെ എക്സ്റ്റേണൽ CircuitPython ലൈബ്രറീസ് അവൈലബിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് വെച്ചാൽ അതിൽ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. നമുക്ക് അതാണ് ഫസ്റ്റ് പ്രോഗ്രാമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റാസ്ബെറി പൈ പീക്കോയുടെ ഉള്ളിലായിരിക്കും ഇത് എക്സിക്യൂട്ടഡ് ആവുന്നത്. CircuitPython ലോഡ് ചെയ്തു, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി ബ്ലിങ്ക് പ്രോഗ്രാമും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് ബോർഡ്. അടുത്തത് നമുക്ക് ഇതിൻ്റെ അകത്തെ ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ആക്സസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ഡിജിറ്റൽ IO എന്നുള്ള ലൈബ്രറി യൂസ് ചെയ്തു. പിന്നെ ബ്ലിങ്കിന് ഇടയിൽ നമുക്ക് കുറച്ച് ഡിലേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇമ്പോർട്ട് ടൈം എന്ന് പറയുന്ന ലൈബ്രറി കൂടെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് ഏത് LED ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഏത് പിന്നാണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ LED എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് എഴുതിയിട്ട് ഇതിൻ്റെ അത് ബിൽറ്റിൻ LED ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് board dot LED എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ബിൽറ്റിൻ ആയിട്ടുള്ള LED അത് GPIO 25 കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്. അപ്പോൾ അതിലോട്ട് ഡിഫോൾട്ടായിട്ട് അതിൻ്റെ കണക്ഷൻ പൊക്കോളും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡിജിറ്റൽ IO ഡോട്ട് ഡിജിറ്റൽ ഇൻ ഔട്ട് ഇതിൻ്റെ ഉള്ളിൽ board dot LED എന്ന് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ബിൽറ്റിൻ LED ഇനിഷ്യലൈസ് ചെയ്തു. ഇനി LED ഡയറക്ഷൻ, ഈ ഒരു സാധനത്തിന് ഈ ഒരു പിന്നിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് LED ഡോട്ട് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു ഡിജിറ്റൽ IO ഡോട്ട് ഡയറക്ഷൻ ഡോട്ട് ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ ആ ഒരു പിന്നെ ഇനിഷ്യലൈസ് ചെയ്തു. അപ്പോൾ GPIO 25 ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് ചെയ്ത് അതിലോട്ടാണ് LED കണക്ട് ചെയ്തിരിക്കുന്നത്, ബിൽറ്റിൻ ആയിട്ടുള്ള LED കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ബ്ലിങ്ക് ചെയ്യാനുള്ള ലൂപ്പ് നമുക്ക് കൊടുക്കാം. വൈൽ ട്രൂ ഇൻഫിനിറ്റ് ലൂപ്പാക്കി LED ഡോട്ട് വാല്യൂ ഈക്വൽ ടു ട്രൂ. ഫസ്റ്റ് നമ്മൾ ഓണാക്കി ഇനി ഓഫ് ആക്കണം. LED ഡോട്ട് വാല്യൂ ഈക്വൽ ടു ഫോൾസ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിത് ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ വേണ്ടി കുറച്ച് ഇൻ്റർവെൽ കൊടുക്കണം. അപ്പോൾ അത് ഞാൻ 0.5 സെക്കൻഡ്സ് കൊടുക്കുകയാണ്. ടൈം ഡോട്ട് സ്ലീപ്പ് 0.5. അത് തന്നെ ഓഫ് ആകുന്നതിൻ്റെ ആ ഒരു ടൈം ഡിലേയും കൂടെ ഞാൻ 0.5 ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം. ഇത് ഞാൻ ജസ്റ്റ് സേവ് ചെയ്യുന്നു. അത് ഇപ്പോൾ നമ്മുടെ ബോർഡിലോട്ട് സേവ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൽ LED ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. 0.5 സെക്കൻഡ്സ് ഇൻ്റർവെല്ലിട്ട് LED ഓൺ ആവും, LED ഓഫ് ആവും. അപ്പോൾ ഇത്രേ ഉള്ളൂ CircuitPythonൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോയത് കൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത HID പ്രോജക്റ്റ്, അതായത് മൗസ് സിമുലേറ്റ് ചെയ്യാനുള്ള പ്രോജക്റ്റ്, നമ്മൾ ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു പ്രോജക്റ്റിലോട്ട് കടക്കുന്നു. ജസ്റ്റ് അത് കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ HID എന്നുള്ള കൺസെപ്റ്റും അതിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്ത് പറഞ്ഞു പോയത് കൊണ്ടും പിന്നെ CircuitPythonൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടി എന്നറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ രണ്ടാം ഭാഗമായിട്ട് ആ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്.
ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. ടെക് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. ഇനിയും നമുക്ക് കുറേയധികം ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.